ചാടി ചാടി പിന്നെ നോട്ടിക്കര് എൻ്റെ പൊന്നെ കേട്ടോ. ഒരു ഗൈസാണ്ട് ഫിഷിലേക്കുള്ള മറ്റൊരു വലിയ സാധനം കേട്ടോ. ഗൈസാണ്ട് മോർണിംഗ് ആണ്, വള്ളത്തിൽ കാസ്റ്റ് ടൈം എന്നാണ്. എൻ്റെ റോണിമോൻ ഉണ്ട് പുറയിൽ കണ്ട്. റോണിമോൻ രാവിലെ തന്നെ ഞങ്ങൾ ഒരു എക്സൈറ്റ്മെൻറ്റ് മൈൻഡിൽ ഇറങ്ങിയിരുന്നു അല്ലേ. വാ കിട്ടൂടാ. റോണിമോൻ പറഞ്ഞു വാ കിട്ടും. അപ്പോൾ നമ്മുടെ റോണിമോൻ ചാനൽ വെച്ചാൽ വാട്ടർ മോണിറ്റർ ഫിഷിംഗ് ആണ്. ലൈക്കും ചെയ്യണം, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇടുക്കം വീഡിയോ ഒക്കെയാണ് പുള്ളിക്കാൻ്റെ അക്കൗണ്ട് ഇറങ്ങി നോക്കണം കേട്ടോ. അപ്പം ഗൈസ് നമ്മളോട് മോർണിംഗ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗൈസിൻ്റെ ഫസ്റ്റ് വാഹ ഇപ്പം കണ്ടോണം. റോണിക്കുട്ടൻ പറഞ്ഞാൽ ഫസ്റ്റ് വാഹ ഞായറാഴ്ച ഇടാ. ആറാറോ ചിലപ്പം കാണും. ആഴ്ച ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് ചിലപ്പം കാണുമായിരിക്കും. അതിൻ്റെ കാണാൻ ചാൻസ് കുറവാണ്. എൻ്റെ പൊന്നെ ഗൈസ് കണ്ട ഫസ്റ്റ് വാഗ കേട്ടോ ഗൈസെ. നീലവാഗ കേട്ടോ ഗൈസെ. നീലവാഗ ആ ഞാനത് ഗൈസ് കണ്ട ഫസ്റ്റ് മുതുക്ക കേട്ടോ. ഇത് ഓട് ശരിക്കും മുതുക്ക തൂക്കി കഴിഞ്ഞാൽ പോകും കേട്ടോ. തൂക്ക് നോക്കാം കേട്ടോ ഗൈസ്. ഇത് കിട്ടൂല ഞാനതില്ല. ഓട്ടോ വരി എടുക്കും. നല്ലത് വരും പക്ഷേ എന്താ ചെയ്യാൻ നടത്തില്ല ഗൈസ്. നീലവാഗ കേട്ടോ. ഇത് കാണാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നെ ഞാൻ നല്ലോട്ട് കയറ്റുമോ? ഉറപ്പല്ലേ? കൊണ്ടിട്ടുണ്ടോ? ചാടി എൻ്റെ പൊന്നെ നിൻ്റെ വാ കറക്റ്റ് അല്ല കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്. ഇത് കണ്ടോ കാലക്ക് കൊണ്ട് നോക്കല്ലേ. ഗൈസാണ് നോട്ടിക്കട ഉക്കൊന്നും അതിൻ്റെ അന്ന് നമ്മൾ രാത്രി നീലവാഗ പിടിച്ചിട്ടുള്ള ഇതല്ലേ. ഇതുണ്ട്, ഇത് കാണത്തില്ല. കണ്ണിൻ്റെ അകത്ത് കയറിയിരിക്കുവോ അത്. ഇതുണ്ടോ കണ്ണ് വെളി അകത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടോ. ഇത് അകത്ത് കയറിയിരിക്കുക. ശരിക്കും അകത്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. ഹുക്ക് കൊടുത്തല്ലേ. നല്ല ഹുക്ക് പടപ്പൻ ഹുക്കായിരുന്നു. അപ്പോൾ ഗൈസാണ്ട് നോട്ടിക്കൽ ഷാഡ് കേട്ടോ. ഒരു രക്ഷയില്ല. എൻ്റെ പാവം ചേട്ടോ നിങ്ങളെ നാമിച്ച് കേട്ടോ. ഇങ്ങോട്ട് ഷാഡ് ഇവന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ ഗൈസ് കണ്ടോ. ഒരു മോർണിംഗ് കണ്ടോ, ഒരു ടൈം കണ്ടോ. അവൻ ആയി വരുന്നതാണ്. ഒരു നീല ഷെയ്ഡിങ് കണ്ടോ. തന്നെയാണ് ഒരു നീല ഷെയ്ഡിങ് വരുന്നുണ്ടോ. വജാക്കൊരു സാധനം ഇല്ലേ എൻ്റെ പൊന്നെ ഗൈസ്. ഇത് കണ്ടോ ഫസ്റ്റ് വാഗ കേട്ടോ. ഞാൻ മോർണിംഗ് ഇറങ്ങിയുള്ള ഫസ്റ്റ് പോകാം നോട്ടിക്ക്. ഞാൻ പറഞ്ഞില്ല ഈ സാധനം എവിടെ കൊണ്ടുപോകാൻ, ഏത് വൈകിട്ടായാലും രാവിലെ ആയാലും ഇത് എവിടെ എറിഞ്ഞോ വാഗ പറന്നിരിക്കുന്ന സാധനം കേട്ടോ. ഉക്ക് കൊണ്ടത് എൻ്റെ പൊന്നെ 5R0 ഉക്കാണ്. ജമ്പർ സാധനം ജമ്പർ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല കേട്ടോ. നീല ഷെയ്ഡിങ് ഉണ്ട്. പക്ഷേ മണലവാഗയാണ്. നീല ഷെയ്ഡിങ് കയറി വരുന്നു. ഒരു രക്ഷയില്ല സാധനം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത മീൻ കിട്ടും. അടുത്ത മീനെ കിട്ടും. ഓക്കെ അതുകൊണ്ട് പിന്നെ അടുത്ത മീനെ കിട്ടും. രണ്ടാമത്തെ മീനെ നമ്മൾ പിടിക്കാൻ പോവാണ്. രണ്ടാമത്തെ വാഗ നോട്ടിക്കട ഫ്ലിപ്പിലിട്ട് നമ്മൾ രണ്ടാമത്തെ വാഗ അടിച്ചടി പൊക്കെ പോകാം. അടിച്ചോട്ടോ. ഞാൻ വരോട്ടെ അങ്ങോട്ട് ഗൈസ്. പിന്നെ നോട്ടിക്ക് അടിച്ചോട്ടോ. ഈ ഒരു സെയിം പോലെ മനസ്സിലാക്കാം കേട്ടോ. ചെറുതാണ് കേട്ടോ, വലിയ ഇവിടത്തില്ല ഗൈസ്. കാണാൻ മനസ്സിലാക്കാം. കയറും വലുതാടാ. പിന്നെ നോട്ടിക്കര് എൻ്റെ പൊന്നെ
പറ്റി. ഓ ഫക്ക് ഹുക്ക് ഉണ്ടോ പിന്നെ തലയ്ക്കാണോ? ആ അതെ പോത്തില്ലായിരുന്നു, ഒരിക്കലും പോത്തില്ലായിരുന്നു. ഇതുണ്ട് കണ്ടോ? പിന്നെ ഞാൻ നോട്ടിക്കൽ അടിച്ചു കാണി പൊട്ടിക്കാട്ടാ. ഹുക്ക് നോക്കി ശരിയുണ്ട്. ഹുക്ക് കണ്ടോ ഗൈസ്? വേണ്ടേ? ഓ രക്ഷയില്ല, ഇടുക്കം കേട്ടോ ഗൈസ്. നല്ല സാധനം കേട്ടോ. പിന്നെ നോട്ടിക്കൽ അടി കേട്ടോ. എൻ്റെ പോന്നെ ഒരു രക്ഷയില്ല. കഴിഞ്ഞോട്ട് എനിക്ക് ഇവിടെ നിന്നായിരുന്നു മീൻ മിസ്സായി പോയി കേട്ടോ. ബാഗ് പിടിച്ചോണ്ട് പോയത് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ എന്നാ പിടിച്ചോ കഴിച്ചത് കണ്ടോ? രണ്ടാമത്തെ മീനാണ് മീൻ. ഇവൻ പറഞ്ഞു രണ്ടാമത്തെ മീൻ അടിച്ചു കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. രണ്ടാമത്തെ ഉപഷാണ് ഈ ആ ഷാർട്ട് തന്നെയാണ് രണ്ടാമത്തെ ഭാഗമായി പിടിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഭാഗം കേട്ടോ. ഒന്നും പറയാനില്ല. ഉക്ക് നമുക്ക് തലമണ്ട കൂടെ കയറി അല്ലേ? ജമ്പറായിട്ട് ഉക്ക് തുളച്ച് അകത്ത് കയറി ഗൈസ്. ഇതുണ്ടോ? തലക്കാ കൊടുത്ത ഊരാൻ തന്നെ ഭയങ്കര പാടാ. നോക്കിക്കൂടാ കയറി നോക്കിക്കൂടാ കയറി കയറി. കഴിഞ്ഞ വട്ടം ഇവിടെ നേടിയിട്ട് മീൻ അടിച്ചിട്ട് മിസ്സായി പോയി. ബ്രൈഡും പൊടിച്ചു പോയി. അവൻ എവിടെയാണോ അവളിപ്പം കൊണ്ടുപോയത്. ഇതുപോലെ അയച്ചുണ്ടോ? രണ്ടാമത്തെ നോട്ടിക്കല് രണ്ടാം ഷാഡുണ്ടോ? ഇതുവരെ ക്ലിപ്പിനൊരു ഡാമേജ് ഇല്ല കേട്ടോ. ക്ലിപ്പിനൊരു ഡാമേജ് ഇല്ല കണ്ടോ. വാരൊന്നും കടിച്ച് പറിച്ച് പോയിട്ടില്ല സംഭവം കേട്ടോ. ഇതിൽ എപ്പോഴും പിന്നെ പറഞ്ഞ ആർക്കേസിൻ്റെ പാരറ്റിൻ്റെ ബ്രൈഡാണ്. എൻ്റെ പൊന്നെ കണ്ടോ? ജമ്പറായിട്ട് ജമ്പർ എൻ്റെ പൊന്നെ ജമ്പർ റൈറ്റ്. രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ കയറ്റിയിടുവാണ്. രണ്ടാമത്തെ ഭാഗ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നോട്ടിക്ക ഷാഡ് ഓർത്ത് വെച്ചോ. സംഭവം വേറെ ലെവല്. ഞാൻ കാണിച്ചതാ. കാണിച്ചതാ നല്ല ഒരു ജൈന്റ് സാധനം കേട്ടോ. നീലവാഹ ഇതുണ്ടോ? നോട്ടിക്കയുടെ ഈ ഒരു ഷാഡ് 100 രൂപയുടെ ഷാഡ് കേട്ടോ. അപ്പോൾ ഈ സാധനം വെച്ച് നമ്മളാണ് ഈ 2 വാഹയും പിടിച്ചത്. കമ്പോ എവിടെ ഇറങ്ങിയാലും റിസൾട്ട് കേട്ടോ. വള്ളത്തിൽ നമ്മുടെ കമ്മോണാംഗ്ലസ് ഫിഷിംഗ് ഏരിയ നിങ്ങൾ ഉറപ്പായിട്ട് മേടിക്കണം കേട്ടോ. നല്ല ജൈന്റ് സാധനമല്ലേ? ജൈന്റ് സാധനം എവിടെ അടിച്ചാലും ഉറപ്പായിട്ട് മീൻ കിട്ടിയിരിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഒട്ടും സമയം കളയാണ്ട് ഈ സാധനം വേണം. ഞാൻ 3 നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ബൈ.